വളരെയേറെ ദൂരം അലങ്കാരങ്ങൾ ചെയ്യുവാനും മറ്റ് ക്രമീകരണങ്ങൾക്കൊക്കെ വേണ്ടി ഒത്രയേറെ കഷ്ടപ്പെട്ടുണ്ട്. ഇവിടുത്തെ വയൽവാരം കുടുംബ യൂണിറ്റിന് അജയ്യമായ നേതൃത്വം നൽകുന്ന അതിന്റെ ചെയർമാൻ പ്രിയപ്പെട്ട വിനോദിനോടും അതിന്റെ കൺവീനർ അഖിലിനോടും അതോടൊപ്പം തന്നെ വനിതാ സംഘത്തിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഷൈനി ബിജുവിനോടും അതിന്റെ സെക്രട്ടറി രശ്മിയോടും മൈക്രോ യൂണിറ്റിന്റെ കൺവീനർ രാജീവിനോടും അതിന്റെ ജോയിന്റ് കൺവീനർ രതീഷിനോടും അടക്കം ബാലസംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയ രതീഷിനോടടക്കം ഉള്ള നന്ദിയും കടപ്പാടും ശാഖയുടെ 700 വീട്ടുകാർക്ക് വേണ്ടിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എനിക്കൊരു കാര്യം ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാനുള്ളത്, നമ്മുടെ ഘോഷയാത്ര ഏറ്റവും ഭംഗിയായി പോകണമെന്നുള്ള വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ട്. പല വാഹനങ്ങളിൽ പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെയും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയും പോകുന്നവരാണ്. ഒരു കാരണവശാലും ഒരു വാഹനങ്ങൾ പോലും തടഞ്ഞുകൊണ്ട് ശ്രീനാരായണ ധർമ്മത്തിന് ചേരാത്തവയുള്ള പ്രവൃത്തികൾ ആരും ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ട സമയം വരുമ്പോൾ കുറച്ച് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന ആൾക്കാരെ കടത്തിവിട്ടിട്ട് വാഹനങ്ങൾ കടത്തിവിടേണ്ടതും അങ്ങനെ ഇടയ്ക്കിടയ്ക്കായി വാഹനങ്ങൾ കടത്തിവിടേണ്ടതാണ്. ഒരു കാരണവശാലും വാഹനങ്ങൾ തടഞ്ഞിട്ടുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകല്ല. അതൊരു ശ്രീനാരായണീയർക്ക് യോജിച്ച പ്രവൃത്തിയല്ല എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇവിടെ ഊഷ്മളമായ ഒരു സ്വീകരണം ഒരുക്കി ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത ഈ പുളിക്കാച്ചറ വാർഡിലെ വയൽവാരം കുടുംബ യൂണിറ്റിന്റെ ഭാരവാഹികളോടും വനിതാ സംഘത്തിന്റെ ഭാരവാഹികളോടും അതോടൊപ്പം തന്നെ വനിതാ സംഘത്തിന്റെ ഭാരവാഹികളോടും മൈക്രോണിന്റെ ഭാരവാഹികളോടും ശാഖയ്ക്കുള്ള നിസ്സീമമായ നന്ദിയും കടപ്പാടും ഈ അവധി രേഖപ്പെടുത്തുന്നു. ഉടൻ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ക്ഷേത്രം ശാന്തി സച്ചിൻ ശാന്തികൾ പൂജിച്ച് നൽകിയ കാലം ഇവിടുന്ന് പുറപ്പെടുന്നതും അത് ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിലായി നിൽക്കുന്നതാണ്. ഘോഷയാത്രയുടെ ക്രമീകരണങ്ങൾ ഇന്ന് അനൗൺസ്മെന്റിന് നേതൃത്വം വഹിക്കുന്ന ശ്രീ പി ടി മനോജ് ഇതിനോട് നൽകിക്കഴിഞ്ഞു. അതനുസരിച്ച് വളരെ ചിട്ടയോടുകൂടി ആയിരിക്കണം നമ്മുടെ ഘോഷയാത്ര. മറ്റ് ഇതര സമുദായത്തിലെ സഹോദരങ്ങൾക്കൊക്കെയും ഒരു കുറ്റപ്പെടുത്താത്ത രീതിയിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ഇതര സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെയും ഇതിനുവേണ്ടി ഒട്ടേറെ സഹായങ്ങളൊക്കെ സഹകരണങ്ങൾ ചെയ്തു. അവരോടും ഗുരുദേവ തൃപ്പാദങ്ങളുടെ പേരുള്ള പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. നമ്മുടെ പൂജിച്ച താലം പവിത്രമായ ഈ ഭജനക്കെട്ടിടത്തിൽ നിന്നും സാവധാനം നീങ്ങുകയാണ്. കാലഫലിയുടെയും അകമ്പടിയോടെയുള്ള ജാതിഭേദം ആത്മതപസ്സും ബലിയർപ്പിച്ച പരമാത്മ സ്വരൂപമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ 171ാമത് തിരുജയന്തിയോടനുബന്ധിച്ച് പുളിക്കാച്ചിറ ശ്രീനാരായണ ഭജന സംഘ അങ്കണത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്ത പന്തലിൽ നിന്നും പൂജാതി കർമ്മങ്ങളോടെ വാദ്യമേള ഭക്തിസാന്ദ്രമായ താലപ്പൊലി ഘോഷയാത്രയ്ക്ക് കടത്തിമുക്ക് കുടുംബാംഗങ്ങളോടുള്ള സ്വീകരണം നൽകിയ കടത്തിമുക്ക് കുടുംബാംഗങ്ങളോടുള്ള അഗൈതമായ നന്ദി അറിയിക്കുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ അനുകമ്പാമൂർത്തിയും ദീന അവനപരായണനുമായ സ്നേഹത്തിന്റെ 171ാമത് തിരുജയന്തിയോടനുബന്ധിച്ച് കിരകാട് 63ാം നമ്പർ SNDP ശാഖായോഗത്തിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും സംയുക്ത താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി വർണ്ണശബളമായ ഘോഷയാത്ര ഇതാ ഈ രാജവീതിയെ ധന്യമാക്കിക്കൊണ്ട് ഈ വിവിധ പോഷക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വിവിധ കലാരൂപങ്ങളുടെയും വിവിധ മേളങ്ങളുടെയും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ
171ാമത് തിരു ജയന്തിയോടനുബന്ധിച്ച് കുറികാട് സംഘ അങ്കണത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്ത പന്തലിൽ നിന്നും പൂജാതി കർമ്മങ്ങളുടെ വാദ്യമേളങ്ങൾ സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇതാ ഈ രാജവീതികളെ ധന്യമാക്കിക്കൊണ്ട് പകർന്നു നൽകുവാൻ തിരുവവതാരം ചെയ്ത പരമാത്മ സ്വരൂപമായ ഭഗവതിയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുജയന്തിയോടനുബന്ധിച്ച് കുറികാട് 63 വിവിധ പോഷക സംഘടനകളുടെയും സംയുക്ത പ്രതിപാദനയുടെ 171ാമത് തിരുജയന്തിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയാണ് ഈ രാജവീതികളെ ധന്യമാക്കിക്കൊണ്ട് ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പുളിക്കാച്ചിറ ശ്രീനാരായണ ഭജനസംഘ അങ്കണത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്ത പന്തലിൽ നിന്നും പൂജാതി കർമ്മങ്ങളുടെ വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ 171ാമത് തിരുജയന്തിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയ്ക്ക് ഇങ്ങോട്ട് നോക്കട്ടെ ഇവിടെ
ആത്മസ്വരൂപമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ 171 ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ 171 63 നമ്പർ SNDP ശാഖായോഗത്തിന്റെയും വിവിധ പോഷക സംഘടനകളുടെ ധന്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നു. വിവിധ മഹത്വചനത്തെ 63 നമ്പർ SNDP ശാഖായോഗത്തിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അകമ്പടിയോടെ ഇതാ ഈ രാജവീതികളെ വർഗചിന്തകൾക്ക് അതീതമായി മനുഷ്യ സ്നേഹത്തിന്റെയും എറികാട് ശാഖയുടെ പേര് അറിയിക്കുന്നു. കാലപ്പെട്ടതിന്റെയും പണിയെടുക്കുന്നതിന്റെയും സമഗ്ര പുരോഗതിക്കായി ശ്രീ ഗുരുദേവാ ശ്രീ ഗുരുദേവാ കഴിക്കുന്ന സൂര്യ തേജസ് മലയാളനാടിൽ പുണ്യമായി ആനന്ദഗീതമായി തുയിലുണർത്തുന്നു ആനന്ദഗീതമായി തുയിലുണർത്തുന്നു ആത്മതപസ്സും ബലിയർപ്പിച്ച പരമാത്മസ്വരൂപമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ 171 തിരുജയന്തിയോടനുബന്ധിച്ച് എറികാട് 63 നമ്പർ SNDP ശാഖായോഗത്തിന്റെയും വിവിധ പോഷക സംഘടനകളുടെയും സ്വീകരണം നൽകിയ പരിവാരം ചെമ്പഴന്തി കുടുംബ യൂണിറ്റിനും അതിന്റെ ഭാരവാഹികൾക്കും എറികാട് 63 നമ്പർ ശാഖായോഗത്തിന്റെ പേരിലുള്ള നിസ്സീമമായ നന്ദി അറിയിക്കുന്നു.
ആശഭാരത സംസ്കാരത്തിന്റെ വേറോടിയ കേരളമണ്ണിൽ അതീതമായി മനുഷ്യ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മഹത് സന്തോഷങ്ങൾ മാനവരാശിക്ക് പകർന്നു നൽകുവാൻ തിരുവവതാരം ചെയ്ത പരമാത്മ സ്വരൂപമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ 171ാമത് തിരുജയന്തിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയ്ക്ക് സമഗ്രമായ സ്വീകരണം നൽകിയ കൊങ്ങമ്പാറ ഗുരുപ്രഭ കുടുംബ യൂണിറ്റിനും അതിന്റെ ഭാരവാഹികൾക്കുമുള്ള നിസ്സീമമായ നന്ദിയും കടപ്പാടും എറികാട് 63-ാം നമ്പർ SNDP ശാഖായോഗത്തിന്റെ പേരിൽ നിർവഹിക്കുന്നു. മാതൃകാസ്ഥാനത്തിനായി തന്റെ ആയുസ്സും മനസ്സും ആത്മതപസ്സും മാനവ പുരോഗതിക്കായി പ്രദാനം ചെയ്ത പരമാത്മ സ്വരൂപമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തിരുവാതിരയുടെ 171ാമത് തിരുജയന്തിയോടനുബന്ധിച്ച് എറികാട് 63-ാം നമ്പർ SNDP ശാഖായോഗത്തിന്റെയും വിവിധ ദേശീയ സംഘടനകളുടെയും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ദിനം വേണ്ടിയ സംസ്കൃതത്തിന്റെയും അകമ്പടിയോടെ നടത്തപ്പെടുന്ന ഭക്തിസാന്ദ്രമായ ഘോഷയാത്ര ഇതാ ഈ രാജവീതിയെ ധന്യമാക്കിക്കൊണ്ട് കടന്നുവരുന്നു. ഐശ്വര്യത്തിൻ നിറമഞ്ഞയാ ഗുരുവായി നീ എന്റെ ഇരുളകറ്റി ഐശ്വര്യത്തിൻ നിറമഞ്ഞയാ ഗുരുവായി നീ എന്റെ ഇരുളകറ്റി
നാളെ ഞങ്ങൾ ടി വിക്ക് തരും. അവിടെ സ്പീഡ് നടന്നേ.
ശ്രീമതി പ്രീതി മോൾ പുളിമൂട്ടിൽ അവർക്കുള്ള നന്ദിയും കടപ്പാടും വെറികാട് ശാഖായോഗത്തിന്റെ പേരിൽ അറിയിക്കുന്നു. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ 171ാമത് തിരുജയന്തിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയ്ക്ക് സമഗ്രമായ സ്വീകരണം നൽകിയ ശ്രീ ഷാജി ഗുരുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. പരമാത്മ സ്വരൂപമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ 171ാമത് തിരുജയന്തിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഭക്തിസാന്ദ്രമായ ഘോഷയാത്രയ്ക്ക് ചെയ്ത പരമാത്മ സ്വരൂപമായ ഭഗവാൻ
ഒരു കാര്യം വേഗം അറിയിക്കുകയാണ്. കരുത്തേരിടണം നമ്മൾ ത്യാഗ് എല്ലാവരും കൈയടിക്കാം. അതിന്റെ താഴെ നിന്ന് നമ്മുടെ പില്ലർ വാർത്ത് ഇടഭാഗം കൂടെ നമ്മുടെ മേലേക്ക് വാർക്കുകയാണ്. അങ്ങനെ 20 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ഇന്ന് ഭഗവാന്റെ വളരെക്കാലം പ്രവർത്തിച്ച സകല ചെറുപ്പക്കാർക്കും ഒരു മാതൃകയായി ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും വളരെ അച്ചടക്കത്തോടും ചിട്ടയോടും ഒരുവിധ ദുശീലങ്ങളുമില്ലാതെ പിന്നെ നമ്മുടെ ശാഖയിൽ മാതൃകാപരമായ പ്രവർത്തനം ചെയ്ത പ്രിയപ്പെട്ട നമ്മുടെ യദുകൃഷ്ണ യദുകൃഷ്ണ ഭഗവാന് വേണ്ടി യാതൊരുവിധ പ്രതിഫലേച്ഛയും കൂടാതെ അർപ്പണ മനോഭാവത്തോട് പ്രവർത്തിച്ച ചെറുപ്പക്കാരനാണ്. ഇന്ന് ഞങ്ങളൊക്കെ ഞങ്ങളുടെ മക്കളെ പോലെ സ്നേഹിച്ചൊരു വ്യക്തിയാണ് യദുകൃഷ്ണ. പക്ഷെ ഭഗവാന്റെ അടുത്ത് രാവെന്നോ പകലെന്നോ ഇല്ലാതെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ പ്രിയപ്പെട്ട യദുകൃഷ്ണ ഒരു നല്ല അവസരം ഗുരുദേവൻ കൊടുത്തു. നാളെ കഴിഞ്ഞ് UK-യിലേക്ക് ജോലിക്കായിട്ട് പോവുകയാണ്. ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നുള്ളത് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിസ്വാർത്ഥ സേവനത്തിൽ അഞ്ജന ശിബുവിന് ബാംഗ്ലൂരിൽ ജോലി കിട്ടി. ഇവരൊക്കെയും ഭഗവാന്റെ ഈ മണ്ണിലർപ്പിച്ച ആ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും ഭഗവാനിൽ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ഭാഗം വന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട യദുവിനെ ഇപ്പോൾ ശാഖയ്ക്ക് വേണ്ടി ഒരു പൊന്നാട അണിയിച്ച് ഞങ്ങൾ ആദരിക്കുന്നതാണ്. നമ്മുടെ കാണിക്കപാത്രത്തിൽ ഏറ്റവും കൂടുതൽ പൈസ ഇടുന്ന 2 പേർക്കാണ് നമ്മൾ 1ാം സമ്മാനവും 2ാം സമ്മാനവും കൊടുത്തുകൊണ്ടിരുന്നത്. ഇതോടെ ഞങ്ങളൊരു മാറ്റം വരുത്തി. ഏറ്റവും കൂടുതൽ പൈസ ആവുന്ന ആ 2 വാർഡിനുള്ള വ്യക്തിയോടൊപ്പം ബാക്കി 9 വാർഡുകൾ മിച്ചം കിടക്കുക. ഒരു പ്രോത്സാഹനം എന്നതിൽ ആ വാർഡ് നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, പ്രമോദ് കുര്യാക്കോസ്. എനിക്ക് അവരെ കണ്ടപ്പോൾ ഒരു കാര്യം ഓർത്ത് നമ്മുടെ ഘോഷയാത്ര കടന്നു വന്ന 11ാം വാർഡിൽ കൂടി 12ാം വാർഡിൽ കൂടിയാണ്. ഞാൻ വൈസ് പ്രസിഡന്റിനെ വിളിച്ച് പ്രമോദ് ദേവാട്ടി വേദിയിലേക്ക് ഒന്ന് വരിക, ഞങ്ങളുടെ പ്രത്യേക ക്ഷണിതമായിട്ട് കടന്നു വരിക. ഞാൻ പറഞ്ഞു റോഡ് മുഴുവൻ പുല്ലാണ്, ഒന്നും പെരുക്കണ്ടിരിക്കെ. അതെല്ലാം ഞാൻ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ നമ്മുടെ സിജി മാത്യു 11ലെ മെമ്പറാണ്. 2 പേരും ആ സ്വന്തം കാര്യം ചെയ്ത പോലെ ആ റോഡിലെ ഇരുവശത്തും ഉണ്ടായിരുന്ന പുല്ലുകളൊക്കെ വെടിപ്പാക്കി നമ്മുടെ ഘോഷയാത്രയിൽ ഞങ്ങൾ കടന്നു വരുന്ന അവസരം ഒരുക്കി. പ്രത്യേകമായിട്ട് അതിനുള്ള നന്ദി ശാഖയുടെ പേരിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ കൂടിയായ പ്രമോദ് കുര്യാക്കോസിനോടും സിജി മാറ്റോടും പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ അംഗത്തെ പോലെയായിരുന്നു പ്രിയപ്പെട്ട പ്രമോദ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം. അദ്ദേഹത്തിന്റെ മെമ്പർ പദവി വൈസ് പ്രസിഡന്റ് പദവിയൊക്കെ തീരുകയാണ് പഞ്ചായത്തിൽ വരിക. വീണ്ടും ഏതെങ്കിലും വാർഡിൽ നിന്നും അദ്ദേഹം വീണ്ടും അദ്ദേഹത്തെ പോലെയുള്ള നല്ല മനസ്സിന്റെ ഉടമകൾ പഞ്ചായത്തിന് പ്രതികരിക്കേണ്ട ആവശ്യകതയാണ്. കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം അറിയിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഏറ്റവും കൂടുതൽ പൈസ നിക്ഷേപിച്ച് കാണിക്കവഞ്ചിയിൽ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചത് ശ്രീ മാധവൻ ചക്കാലക്കണ്ടത്തിൽ പരിയാരം 4331 രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ശ്രീ മാധവൻ ചക്കാലക്കണ്ടത്തിൽ. ഈ കാണിക്കപാത്രത്തിൽ പൈസ ഇടുന്ന പദ്ധതി തുടങ്ങിയ കാലം മുതൽ ഏറ്റവും അധികം പൈസ ഇടുന്നതാണ്. തുടർച്ചയായിട്ട് 1ാം സമ്മാനം മേടിക്കുന്നതാണ് പ്രിയപ്പെട്ട മാധവൻ ചേട്ടൻ. ആ മാധവൻ ചേട്ടനെ ഈ പ്രായാധിക്യത്തിലും അതിനുള്ള മനസ്സുണ്ടായി. ഇന്ന് ശാഖയുടെ വക പൊന്നാട എണീച്ച് ആദരിക്കുകയും ശാഖയുടെ പ്രത്യേക പാരിതോഷികം ഈ അവസരത്തിൽ നൽകുകയാണ്. ശ്രീ സണ്ണി KR കുന്നത്ത് പറമ്പിൽ കൊടിഞ്ഞവയൽ 3900 രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ശ്രീ സണ്ണി KR കുന്നത്ത് പറമ്പിൽ.
കൊടിഞ്ഞുവേൽ ഗുരുകൃപ കുടുംബയോഗത്തിലെ അംഗമാണ് അദ്ദേഹം. എല്ലാവരും ഒരു കൈയടക്കി. ഓരോ വാർഡിനെ ഭവനങ്ങളിലെ കാണിക്കവഞ്ചിയിൽ കൂടുതൽ പണം നിക്ഷേപിച്ചവർക്കുള്ള പാരിതോഷികം വിജയൻ കെ കെ തോട്ടയ്ക്കാട്. വിജയൻ കെ കെ തോട്ടയ്ക്കാട്. വിജയൻ കെ കെ തോട്ടയ്ക്കാട്. സജീവൻ പുതുവീട്ടിൽ എസ് എൻ വാർഡ്. സജീവൻ പുതുവീട്ടിൽ എസ് എൻ വാർഡ്. വിജയൻ കെ കെ തോട്ടയ്ക്കാട്. സജീവൻ പുതുവീട്ടിൽ എസ് എൻ വാർഡ്. സജീവൻ പുതുവീട്ടിൽ എസ് എൻ വാർഡ്. ശശി കുറ്റിക്കൽക്കാലായിൽ പൊങ്ങൻപാറ. ശശി കുറ്റിക്കാലായിൽ പൊങ്ങൻപാറ. സജീവൻ പുതുവീട്ടിൽ എസ് എൻ വാർഡ് നിക്ഷേപിച്ചിരിക്കുന്നത് 3001 രൂപയാണ്. ശശി കുറ്റിക്കൽക്കാലായിൽ പൊങ്ങൻപാറ. ബിനുകുമാർ പുത്തൻപുരയ്ക്കൽ പിന്നാക്കുമല. ബിനുകുമാർ പുത്തൻപുരയിൽ പിന്നാക്കുമല. 2250 രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ബിനുകുമാർ പുത്തൻപുരയിൽ പിന്നാക്കുമല. ഇ കെ പ്രകാശൻ ഇഞ്ചക്കാട്ടുകുന്ന് 1650. മനോജ് പി ടി പുതുപ്പറമ്പിൽ കോഴിമല 2001 നിക്ഷേപിച്ചിരിക്കുന്നത്. മനോജ് പി ടി പുതുപ്പറമ്പിൽ കോഴിമല. സതീഷ് ബാബു ഗുരുജോലി കുന്നുംപുറം. സതീഷ് ബാബു ഗുരുജോലി കുന്നുംപുറം 2030 രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. സതീഷ് ബാബു ഗുരുജോലി കുന്നുംപുറം. രാജേഷ് കോണാഗേരിൽ അദ്വൈത കുന്നുംപുറം. രാജേഷ് കോണാഗേരിൽ അദ്വൈത കുന്നുംപുറം 1757 രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. രാജീവ് കെ പുളിക്കാച്ചിറ. ഒരു വാക്ക് പ്രിയപ്പെട്ട രാജേഷിന് ഇത് കൊടുക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൊടുത്തേക്കാളും നിറഞ്ഞ സംതൃപ്തിയോടും സന്തോഷം ഞങ്ങൾ കൊടുക്കുന്നു. ശാരീരികമായ വൈകല്യം, ഒരു ചെറിയ വരുമാനം, ലോട്ടറി വിൽപ്പന, അതിലൂടെ കഴിയുന്ന ആളാണ് രാജേഷ്. ഒരു പിരിവ് പോലും കുടിശ്ശിക വരുത്താറുണ്ട്. അതോടൊപ്പം തന്നെ എന്നും തന്റെ ജോലിക്കായിട്ട് പോകുന്നതിന് മുമ്പ് ഭഗവാൻ ശ്രീകണ്ഠദേവൻ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്നും ആ കാണിക്കപാത്രത്തിൽ ഒരു നാണയം ഇടാതെ രാജേഷ് പോകാറില്ല. ഇവിടെ പലരും കണ്ടുപഠിക്കേണ്ട ഒരാളാണ് രാജേഷ്. ഇവിടെ മേടിച്ച പലരെയും നിങ്ങൾക്ക് മനസ്സിലാക്കണം എങ്ങനെയുള്ളവരാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഒരു പാത്രം നിറഞ്ഞിട്ട് രണ്ടാമതൊരു പാത്രത്തിലൂടെ ആ പണം ഇട്ടാണ് അത്രയും പൈസ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആ മനസ്സിനെ നമുക്ക് നമിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം പരിതാപകരമായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് അതിനകത്ത് ഭഗവാൻ ഒരു കാണിക്ക അർപ്പിക്കാൻ. ഞങ്ങൾ പലയിടത്തും ചെന്നപ്പോൾ കാണിക്കപാത്രം പൊട്ടിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു ഇവിടെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. പലരും പറഞ്ഞു മല്ലിപാത്രത്തിന്റെ മുളപാത്രത്തിന്റെ ഇടയ്ക്കാണെന്ന്. പലരും പറഞ്ഞു പത്താഴത്തിന്റെ അടിയിലാണെന്ന് പറഞ്ഞു, കട്ടിന്റെ അടിയിലാണെന്ന് പറഞ്ഞു. പക്ഷെ അത് നിലവിളക്കിനടുത്ത് ഭഗവാന്റെ അടുത്ത് അത് വെച്ചിരിക്കുകയാണ്. ഭഗവാന്റെ പടമൊക്കെ ഉള്ള മനോഹരമായ ഭഗവാന്റെ വചനങ്ങളൊക്കെ എഴുതിയൊരു പിന്നാണ് എല്ലാവർക്കും കൊടുത്തത്. പക്ഷെ പലയിടത്തും ചെന്നപ്പം ആടുകളിടത്ത് കൂടെ പോലും ഇല്ലെന്ന് പറഞ്ഞ പോലെ ഒരിടത്തും മിക്കടത്തും ഈ പാത്രം. പലരും ഓടും, ഞങ്ങൾക്ക് തപ്പിപ്പോവാം. മല്ലിപ്പാത്രമായിട്ട് മുളകുപാത്രമൊക്കെ അത് മാറി. അത് അതിനുള്ളതല്ല. അതുകൊണ്ട് ഇനിയേലും അത് ഭഗവാന്റെ വിളക്ക് കത്തിക്കണമെന്ന് തന്നെ വെക്കുക. ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ കാര്യത്തിന് പോലും ഒരു രൂപയെങ്കിലും ഭഗവാന് ഇവിടെ സമർപ്പിക്കുന്ന അതേ മനോഭാവത്തോടുകൂടി ആ കാര്യം സമർപ്പിക്കണം. ആ സമർപ്പിക്കുന്ന പണമാണ് ഇന്നിവിടെ 1,00,000-ലധികം രൂപ സാമൂഹ്യ ക്ഷേമനിധിയിലേക്ക് ഞങ്ങൾ ഈ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന വസ്തുത കൂടി അറിയിക്കാം. രാജീവ് കെ പുളിക്കാച്ചിറ 1887 രൂപയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഞായറാഴ്ച നടന്നു വരുന്ന രവിവാര പാഠശാല ക്ലാസ്സിലെ അധ്യാപകർക്ക് ഉള്ള ആദരവാണ് അടുത്തതായി. സജീവൻ പുതുവീട്ടിൽ എസ് എൻ വാർഡ്. രവിവാര പാഠശാല ക്ലാസ്സിലെ അധ്യാപകർക്കായുള്ള ആദരവാണ് അടുത്തതായി. വി ആർ ശശി അവർ.
ശ്യാമ അനിരുദ്ധൻ. നമ്മുടെ ശാഖയിൽ എല്ലാ ഞായറാഴ്ചയും ബാലവേദി ക്ലാസ്സുകൾ നടക്കുന്നു. 1 രൂപ പോലും ശാഖയിൽ നിന്നും പ്രതിഫലം പറ്റാതെ എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ കുട്ടികൾക്ക് ഗുരുദേവനെ സംബന്ധിച്ചും സമുദായത്തെ സംബന്ധിച്ചും ഗുരുദേവനോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള സമുദായ പ്രവർത്തകരെ പറ്റിയൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു നിസ്വാർത്ഥ സേവനമതികളാണ് ഇവർ 3 പേര്. അവരെ പ്രത്യേകം അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രത്യേകിച്ചും ശ്യാമയും ശശികണ്ണും അതുപോലെ അഭിരാമി ബിജുവും 3 പേരാണ് എല്ലാ ഞായറാഴ്ചകളിലും ക്ലാസ് എടുക്കുന്ന. അഭിരാമിക്ക് ഒരു ശാരീരികപരമായ ബുദ്ധിമുട്ടൊന്നും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ശ്യാമയ്ക്ക് നിറഞ്ഞ മനസ്സോടുകൂടി ഈ പാരിതോഷികം കുഞ്ഞുങ്ങളുടെ മുഴുവൻ പേരും ഞാൻ കൊടുക്കുകയാണ്. DR ശശി അവர்கள். അഭിരാമി ബിജു. അഭിരാമി ബിജു വന്നിട്ടില്ല. അതിന്റെ അമ്മയോ അച്ഛനാര്? അമ്മ വാ. ഈ വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളുടെ പാരിതോഷികമാണ് ഇപ്പോൾ നൽകുന്നത്. ഇന്നത്തെ ഘോഷയാത്രയ്ക്ക് ഏറ്റവും മികവേറിയത് ഗുരുദേവന്റെ വേഷം കിട്ടിയ ആളെ, ഗുരുദേവന്റെ മാതാപിതാക്കളായ മാണനാശാന്റെയും കുട്ടിയമ്മയുടെയും വേഷം കിട്ടിയവര്, ബാലനാമ്പയുടെ വേഷം കിട്ടിയവര്, കൃഷ്ണന്റെയും രാധയുടെയും വേഷം കിട്ടിയവര്, അതുപോലെ തന്നെ ശിവന്റെ വേഷം കിട്ടിയവര്, കടുവാകളിക്കാരുടെ വേഷം കിട്ടിയവര്, അതുപോലെ ഭരതനാട്യക്കാരുടെ വേഷം കിട്ടിയവര് അടക്കം പങ്കെടുത്തു. ഇതിന് ഒത്തിരി ഒരു കഷ്ടപ്പാട് സഹിച്ചാണ് അവർ ആ ഇതൊക്കെ ചെയ്തത്. അതുകൊണ്ട് ശാഖയെ ഒരു പ്രത്യേക തീരുമാനം എടുത്തിട്ടുണ്ട്. അവർക്ക് പ്രത്യേകമായി ഒരു 5001 രൂപയുടെ ഒരു ക്യാഷ് പ്രൈസ് ഇന്ന് കൊടുക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. ഇത് മേടിക്കാൻ വേണ്ടി കുടുംബത്തിന്റെ ചെയർമാൻ വിനോദ്, കൺവീനർ അഖില്, അവിടുത്തെ വനിതാ സംഘത്തിന്റെ പ്രസിഡന്റ് ഷൈനി ബിജു, വനിതാ സംഘത്തിന്റെ സെക്രട്ടറി രശ്മി, വനിതാ സംഘത്തിന്റെ പ്രസിഡന്റ് രതീഷ്, ഇവിടുത്തെ വൈസ് പ്രസിഡന്റും അവിടുത്തെ മൈക്രോയുടെ കൺവീനറുമാണ്. ഇവരെല്ലാവരും ഈ വേദിയിലേക്ക് കടന്നു വരിക. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അനൂപ കെ അനിൽ ഫുൾ A+ ആണ് കുട്ടി നേടിയിരിക്കുന്നത്. അനൂപ കെ അനിൽ. എല്ലാവരും ഒരു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അനൂപ കെ അനിൽ കേരള SSLC പരീക്ഷയിൽ ഫുൾ A+ ആണ് നേടിയിരിക്കുന്നത്. അടുത്തതായി ശീതൾ സുനിൽ. ഫുൾ A+ ആണ് കുട്ടി കരസ്ഥമാക്കിയിരിക്കുന്നത്. ശീതൾ സുനിൽ. സാഗർ സതീഷ് 9 A+ ആണ് നേടിയിരിക്കുന്നത്. സാഗർ സതീഷ്. ലക്ഷ്മി അനിൽ 9 A+. ലക്ഷ്മി അനിൽ 9 A+. ആദർശ് ദീപു. ആദർശ് ദീപു 9 A+ ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ആഷിമ അനീഷ് 8 A+ ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അഭികൃഷ്ണൻ കെ എസ് 8 A+ ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അഭിരാം എ എം. അമൃത സാബു. അഭിരാം എ എം 6 A+ ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്.
അമൃത സാബു, അജയ് സുരേഷ്, ആദിത്യൻ ഹരികുമാർ, വൈഷ്ണവ് ടി വിനോദ് 4 A+ ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. വൈഷ്ണവ് ടി വിനോദ്, അനന്യ കൃഷ്ണൻ, അഭിനവ് പി ദീപു, സാന്ദ്ര സുജാൽ, അഭിഷേക് ബിജു, ദേവാനന്ദ് എൻ എസ്, അനുപമ സജി, CBSE പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളുടെ പേരാണ് അടുത്തതായി. അർജുൻ രജകുമാർ 4 A1 പാസ്സായിരിക്കുന്നത്. അർജുൻ രജകുമാർ. അതുൽ കൃഷ്ണ മനീഷ്, 2 A1 CBSE എക്സാം പാസ്സായിരിക്കുന്നത്. അനന്തകൃഷ്ണൻ, MV ആദിത്യൻ, ആദിത്യ സജു, ഹയർ സെക്കൻഡറി എക്സാമിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾ. ലക്ഷ്മി പ്രകാശ് ഫുൾ A+ ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ലക്ഷ്മി പ്രകാശ് വയൽവാരം കുടുംബ യൂണിറ്റ്. ആദിത്യ കൊച്ചുമോൻ, ഫുൾ A+ ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഗുരുകൃപ കുടുംബ യൂണിറ്റ്. അമൃത ബിനു, ശ്രീനാരായണ കുടുംബ യൂണിറ്റ്. അമൃത ബിനു ഫുൾ A+ ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. മിഥില കിഷോർ 7 A+ ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. അശ്വിൻ എസ് എസ് 4 A1 ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത് CBSE എക്സാമിൽ. അശ്വിൻ കെ അനിൽ, ശ്രീലക്ഷ്മി രമേശ്, ആദിത്യൻ PM, അനന്തകൃഷ്ണൻ KG, അശ്വിൻ പി വിനോദ്, അനൈദ CS, ആകാശ് ബിനോയി, അർച്ചന ബൈജു,
ശ്രേയ രഘു. ശ്രേയ രഘു. ഹയർ സെക്കൻഡറി. ലാസ്റ്റ് ഡിഗ്രി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയത് അഞ്ജിത ഷിബു. ബികോമിന് A+ ആണ് നേടിയിരിക്കുന്നത്. ഓവറോൾ A+. അഞ്ജിത ഷിബു ഗുരുസ്മൃതി കുടുംബത്തിലേക്ക്. ജ്യോതി KK A ഗ്രേഡ് ആണ് നേടിയിരിക്കുന്നത്. ബികോം ഗുരുജ്യോതി കുടുംബ യൂണിറ്റ്. ആദിത്യ സന്തോഷ് BBA A ഗ്രേഡ് ആണ് നേടിയിരിക്കുന്നത്. ആദിത്യ സന്തോഷ്. അപർണ സാബു BSc ബോട്ടണിയിൽ A ഗ്രേഡ് ആണ് നേടിയിരിക്കുന്നത്. അപർണ സാബു. ദേവിക S കുമാർ ബികോം B+ ആണ് നേടിയിരിക്കുന്നത്. ദേവിക S കുമാർ. ശ്രീലക്ഷ്മി MS BBA. അഹല്യ A രാജൻ. ദേവിക പ്രസാദ് ബിടെക്കിൽ ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ ആണ്. ദേവിക പ്രസാദ് ചെങ്കട. അടുത്തതായി ബിരുദാനന്തര ബിരുദത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളുടെ പേരാണ് അപർണ സുനിൽ BSc നഴ്സിംഗ്. അദ്വൈത കുടുംബ യൂണിറ്റ്. അമൽ ബിനു മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ എഞ്ചിനീയറിംഗ് UK. അമൽ ബിനു മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ എഞ്ചിനീയറിംഗ്. സനുമോഹൻ MCA. ഗീതുനാഥ് GK MD മൈക്രോബയോളജി. അടുത്ത അഞ്ജന ഷിബു B+ MA എക്കണോമിക്സ്. ഇന്ന് അഞ്ജനാശിപൂര് എല്ലാം കൂടെ ഉണ്ട്. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 9ാം റാങ്കാണ് മേടിച്ചിരിക്കുന്നത്. 3ാം റാങ്കാണ് എക്കണോമിക്സ് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതുകൂടെ ഞങ്ങളൊന്ന് നൽകുകയാണ്. അച്ഛനെ ശരിയാക്കാം. അടുത്തതായി വിധവാ സഹായം. കുഞ്ഞമ്മ സുകുമാരൻ മണ്ണുംപറമ്പിൽ ഗുരുപ്രസാദം തോട്ടയ്ക്കാട്. കുഞ്ഞമ്മ സുകുമാരൻ മണ്ണാംപറമ്പിൽ ഗുരുപ്രസാദം തോട്ടയ്ക്കാട്. ശാരദ സുകുമാരൻ കാരാറ്റിൽ വയൽവാരം പുളിക്കാച്ചിറ. ചെല്ലമ്മ മണലേൽ പറമ്പിൽ ചെമ്പഴന്തി പരിയാരം. വിജയമ്മ ചെത്തിക്കുളം SN വാർഡ്. ശാരദ ഗോപാലൻ കോട്ടയപ്പറമ്പിൽ ഗുരുപ്രഭ പൊങ്ങൻപാറ.
ശാരദ ഗോപാലൻ കോട്ടയപ്പറമ്പ് ഗുരുപ്രഭ പൊങ്ങൻപാറ. സുജ അപ്പു തറയിൽ ഗുരുകൃപ കൊടിഞ്ഞവയൽ. സുജ അപ്പു തറയിൽ ഗുരുകൃപ കൊടിഞ്ഞവയൽ. വത്സമ്മ രാജു കോനാകേരിയിൽ ഗുരുചരണം ഇഞ്ചക്കാട്ടുകുന്ന്. വത്സമ്മ രാജു കോനാകേരിയിൽ ഗുരുചരണം ഇഞ്ചക്കാട്ടുകുന്ന്. കാർത്യായനി തമ്പി പുതുപ്പറമ്പിൽ ഗുരുകടാക്ഷം കോഴിമല. കാർത്യായനി തമ്പി പുതുപ്പറമ്പിൽ ഗുരുകടാക്ഷം കോഴിമല. ചെല്ലമ്മ ഭാസ്കരൻ മുളങ്ങിയിൽ ഗുരുസ്മൃതി പിണ്ണാക്കുമല. ചെല്ലമ്മ ഭാസ്കരൻ മുളങ്ങിയിൽ ഗുരുസ്മൃതി പിണ്ണാക്കുമല. തിലകമ്മ ശ്രീനിവാസൻ ഗുരുജ്യോതി കുന്നുംപുറം. തിലകമ്മ ശ്രീനിവാസൻ ഗുരുജ്യോതി കുന്നുംപുറം. അടുത്തതായി നിർദ്ദര സഹായം സുഭാഷിണി രവീന്ദ്രൻ കല്ലാശ്ശേരി പറമ്പിൽ ഗുരുപ്രസാദം തോട്ടയ്ക്കാട്. ഗോമതി തോട്ടപ്പുറം വയൽവാരം പുളിക്കാച്ചിറ. ഗോമതി തോട്ടുപുറം വയൽവാരം പുളിക്കാച്ചിറ. സിന്ധു സുരേഷ് കുന്നുംപുറം ചെമ്പഴന്തി പരിയാരം. സിന്ധു സുരേഷ് കുന്നുംപുറം ചെമ്പഴന്തി പരിയാരം. സരസു സോമൻ കുറ്റിക്കൽ ശ്രീനാരായണ എസ് എൻ വാർഡ്. സരസു സോമൻ കുറ്റിക്കൽ ശ്രീനാരായണ എസ് എൻ വാർഡ്. വിജയൻ പി ജി മുളങ്ങിയിൽ ഗുരുസ്മൃതി പിണ്ണാക്കുമല. വിജയൻ പി ജി മുളങ്ങിയിൽ ഗുരുസ്മൃതി പിണ്ണാക്കുമല. വിജയമ്മ വിജയൻ പുളിക്കാച്ചിറ ഗുരുകൃപ കൊടിഞ്ഞവയൽ. വിജയമ്മ വിജയൻ പുളിക്കാച്ചിറ ഗുരുകൃപ കൊടിഞ്ഞവയൽ. സരസമ്മ സി പി ഗുരുചരണം ഇഞ്ചക്കാട്ടുകുന്ന്. സരസമ്മ സി പി ഗുരുചരണം ഇഞ്ചക്കാട്ടുകുന്ന്. സാവിത്രി രവി കോഴിമല ഗുരുകടാക്ഷം കോഴിമല. ഇന്ദിര ബാബു ഇരട്ടക്കുളം ഗുരുപ്രഭ പൊങ്ങൻപാറ. ഇന്ദിര ബാബു ഇരട്ടക്കുളം ഗുരുപ്രഭ പൊങ്ങൻപാറ. അമ്മിണി കരുണാകരൻ ഗുരുജ്യോതി കുന്നുംപുറം. അമ്മിണി കരുണാകരൻ ഗുരുജ്യോതി കുന്നുംപുറം. അർച്ചനയുടെ എഴുതിയോ? അർച്ചനയുടെ അത് അർച്ചനയുടെ ആണോ? അർച്ചനയുടെ ആണോ സാറേ? അർച്ചനയുടെ എഴുതിയോ? അമ്മിണി അപേക്ഷയായിട്ട് ജില്ലാ സഹായത്തിന് കിട്ടിയത് 8 പേർക്കും നമ്മൾ കൊടുത്തു. ഇനി 2 പേർ കൂടി ഉണ്ട്. ഒന്ന് കല്യാണി ചെല്ലപ്പൻ തോട്ടയ്ക്കാട്, അതിപ്പോൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അമിത ബിജു ഒരു ട്യൂമറിന്റെ തലച്ചോറായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഞങ്ങൾ പോയി കണ്ടു. അവർക്കുള്ളത് ജില്ലാ സഹായം ഇപ്പോൾ ഇവിടെ വെച്ച് നൽകുകയാണ്. കല്യാണി ചെല്ലപ്പൻ തോട്ടയ്ക്കാട് അവരെ ക്ഷണിച്ചു കൊടുത്തു. അല്ലെങ്കിൽ അവിടുത്തെ കുടുംബ യൂണിറ്റ് കൺവീനർ വന്നത് മേടിക്കേണ്ടതാണ്. അർച്ചനയുടെ സമ്മാനം ഇപ്പോൾ കൊടുക്കുന്നതായിരിക്കും. അമിത ഇത്രയും ഗംഭീരമാക്കി തീർന്നു. ഒരു വാഹനങ്ങൾ പോലും തടയാതെ ഒരു പരാതികളും പരിപാടി എത്തിച്ചേർന്നു. അതിൽ പങ്കെടുത്ത ആൺപെൺ വ്യത്യാസങ്ങൾ എല്ലാവരും വളരെ അച്ചടക്കത്തോടും ചുറ്റുകൂടി
കുടുംബവും ഒക്കെ വന്ന് പങ്കെടുത്തു. മേളങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരും ഒരു വഴിയാത്രക്കാർക്ക് തടസ്സമുണ്ടാക്കിയ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പോകുന്ന വഴിയിലൊക്കെ അലങ്കാരങ്ങൾ ചെയ്ത് സ്വീകരണങ്ങൾ നൽകിയ ഓരോ കുടുംബങ്ങളെയും, കുടുംബ യൂണിറ്റ് അംഗങ്ങളെയും, യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരെയും, വനിതാ സംഘത്തിന്റെ പ്രവർത്തകരെയും ഒക്കെ 1000 അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു വലിയ ചടങ്ങുകൂടെ നടന്നു. അതിന്റെ തുടർ പരിപാടികളുമായിട്ട് താമസമില്ല ഞാനും എന്റെ സഹപ്രവർത്തക കമ്മിറ്റിക്കാരെ നിങ്ങളെ സമീപിക്കും. കനകജൂലി സ്മാരകങ്ങളുടെ നിർമ്മാണം മടി കൂടാതെ എല്ലാവരും വിഹിതം തന്ന് നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിന്റെ പണി പൂർത്തീകരിച്ച് മനോഹരമായ നമ്മുടെ കനകജൂലി സ്മാരക മന്ദിരം ഒരു യാഥാർത്ഥ്യമാക്കണം എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഉടൻ തന്നെ നമ്മുടെ പായസ വിതരണം ആരംഭിക്കും. ഒരു കാര്യം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. കഴിഞ്ഞ കുടുംബസംഗമത്തിൽ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ശാന്തമ്മ കരുണാകരൻ കൊടിയേരി കുടുംബിലെ അംഗമാണ്. പ്രിയപ്പെട്ട ശാന്തമ്മ ചേച്ചിക്ക് അന്നൊരു പാരിതോഷികം കൊടുക്കാൻ പറ്റിയില്ല, അതിപ്പോൾ കൊടുക്കുന്നു. പ്രിയപ്പെട്ട ശാന്തമ്മ കരുണാകരൻ അവരുടെ പ്രത്യേകമായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ അർച്ചന വൈദ്യുവിനെ സമ്മാനം മേടിക്കാനായിട്ട് ക്ഷണിച്ചു കൊടുക്കുന്നു. കർക്കിടക മാസത്തിൽ എല്ലാ ദിവസങ്ങളും മുടക്കം കൂടാതെ വന്ന് കൃത്യമായി വരാൻ ബുദ്ധിമുട്ട് ഓട്ടോറിക്ഷായ വന്ന് ഇവിടെ രാമായണം വായിച്ച് കൂടുതലാവുന്നത് നമ്മുടെ ഓമന രവീന്ദ്രൻ, പിന്നെ ശ്രീമുരുക കുന്നപ്പുറം ഓമന ചേച്ചിയെ ഒരു ചെറിയ പാരിതോഷികത്തിനായി ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓമന രവീന്ദ്രനുണ്ടോ? എന്നാൽ ഞങ്ങളത് വീട്ടിലെത്തിക്കുകയും അപ്പൊ ഇനി നമ്മുടെ പായസ വിതരണം ആരംഭിക്കുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന സ്നേഹത്തോടെ 3 കൗണ്ടർ അടിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ പങ്കാളികളാകുക. അടുത്ത